എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുള്ളൂ. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് അങ്ങനെ വലിയ ഇന്ന ചോദ്യം എന്നോട് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്കില്ല. നിർമ്മൽ ചേട്ടൻ ചില്ലാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ നമ്മള് വിധി സിനിമ പ്രൊമോഷൻ ആയതുകൊണ്ട്, വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരടിലെ കുറച്ച് ഫ്ലാറ്റുകൾ പൊളിച്ച കഥകളൊക്കെ ആയതുകൊണ്ട് അതിനെ കുറിച്ച് ചോദിക്കട്ടെ. ചേട്ടൻ എപ്പോഴെങ്കിലും ഫ്ലാറ്റ് വാങ്ങണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടേ ഒരു വർഷം ഞാൻ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കോടീശ്വരന്മാര് താമസിക്കുന്ന ഫ്ലാറ്റില് ഒരു വർഷത്തോളം. അങ്ങനെ ഫ്ലാറ്റിന്റെ പേര് പറയാൻ പാടില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. രസമായിട്ടൊരു ഫ്ലാറ്റില് അവിടെ ഞാനൊരു വർഷം, കറക്റ്റ് ഒരു വർഷം താമസിച്ചു. ഞാൻ മാത്രം, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ ഒരു സാധാരണക്കാരൻ എന്ന് തോന്നുന്നു. ബാക്കി ഞാനൊരു സാധാരണ മിമിക്രിക്കാരൻ. എന്നാലും ഞാനൊരു മിമിക്രിക്കാരൻ മാത്രമായിരുന്നു. അവിടെ ഭയങ്കര എന്റെ തലക്ക് മേളിലൊക്കെ താമസിച്ചത് ജഡ്ജിയൊക്കെ ഇരുന്നു. അപ്പൊ ഞാനൊരു സാധാരണ മിമിക്രിക്കാരനായിട്ട്. സത്യം ഞാൻ പറയട്ടെ, ഒരു ജഡ്ജിയും ചേട്ടനും കൂടെ റോഡിലേക്ക് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരുന്ന ആരുടെ അടുത്തേക്കാണ്? ആർട്ടിസ്റ്റിന്റെ അടുത്തൊക്കെ. അതെ, എന്നാലും ഞാൻ പറയണത് ഞാനൊരു വർഷം താമസിച്ചിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പിള്ളേര് മണ്ണിലിറങ്ങി കളിക്കണം. എന്റെ അമ്മച്ചി ഇത്തിരി മുറുക്കൊക്കെ ചെയ്യണതാണ്. അപ്പൊ അമ്മച്ചി ഇങ്ങനെ പുറത്തൊക്കെ പോയി ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന ടൈപ്പാണ്. ഫ്ലാറ്റിൽ ഇതൊന്നും സാധ്യമല്ല. അത്യാവശ്യം തൊട്ടടുത്തുള്ള ഫ്ലാറ്റുകളൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, പരിചയമുണ്ട് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ്. നാട്ടിൻപുറത്തെ ജീവിതത്തിന്റെ സുഖം ഫ്ലാറ്റിൽ കിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സെക്യൂർഡാണ്, കാര്യങ്ങളാണ്, എല്ലാമാണ്. നമുക്ക് ധൈര്യമായിട്ട് എത്ര നാൾ വേണമെങ്കിലും വീട്ടുകാരായിട്ടുണ്ട് ഫ്ലാറ്റിലിട്ടിട്ട് പോവാം. അതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സും എൻ്റെ ഒരു ജീവിത രീതിയും വളർന്ന രീതിയൊക്കെ വെച്ചിട്ട് എനിക്ക് വീട് വെച്ചിട്ട് താമസിക്കുക, ആൾക്കാരുടെ വർത്തമാനം പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുക. സത്യം പറയട്ടെ, ഞാനും ഇതേ ചിന്താഗതിയാ. അപ്പൊ എല്ലാരും എന്നോട് പറയും നീ ഭയങ്കര പഴഞ്ചൻ ചിന്താഗതിയാണ്, ഈ വീട് മുറ്റം. അതിനെ പഴഞ്ചനല്ല, അതിനെ പഴഞ്ചൻ രീതി എന്ന് ഒരിക്കലും പറയണത് ശരിയല്ല. അത് ഓരോരുത്തരുടെ മനസ്സാണ്. നമ്മൾ മനസ്സ് പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കുറച്ചൊരു മുറ്റം കാണുന്ന ഒരു തെറ്റാണോ അല്ലേ? സത്യം. ഈ മരടിൽ പൊളിച്ച 4 ഫ്ലാറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചേട്ടൻ താമസിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ സുഹൃത്തുക്കൾക്ക് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ. അവരുമൊക്കെ ഭയങ്കര കാശുകാരെന്ന് പറയുന്നത്. ഈ ഫ്ലാറ്റിന്റെ കഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര കോടീശ്വരന്മാരാണ്. അങ്ങനെയൊന്നുമല്ല. അവരവരുടെ കഷ്ടപ്പാടും അവരുടെ അത്ര നാള് ജീവിച്ച് ഉണ്ടാക്കിയ സമ്പാദ്യവും ബാക്കി ബാങ്ക് ലോണും ഒക്കെ എടുത്തിട്ടാണ് ഈ ഫ്ലാറ്റുകള് വാങ്ങിച്ചതും അവിടെ താമസിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കണതൊക്കെ. ആ ഫ്ലാറ്റാണ് അവരുടെ നെഞ്ചത്ത് ഇടിവുള്ള പോലെ പൊളിക്കുന്നത്. ഈ സിനിമയിൽ, വിധി എന്ന് പറയുന്ന സിനിമയിൽ ഇതിലെല്ലാവരുടെയും കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ കാശുകാരുടെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്,